Good morning. Good morning, ma'am. Good morning. How are you? Good morning, ma'am. Fine. Fine. എല്ലാവരും ഒന്ന് ജോയിൻ ചെയ്തോട്ടെ കേട്ടോ, എന്നിട്ട് തുടങ്ങാം കേട്ടോ നമുക്ക്. Yes, ma'am. Okay, okay. നേരം എന്തെങ്കിലുമൊക്കെ പറയും, വിശേഷങ്ങൾ എന്തൊക്കെയുണ്ട്? മാമിന് സുഖം തന്നെയാ? ആ, എനിക്ക് സുഖം തന്നെയാണ്. എങ്ങനെയുണ്ട് മഴയൊക്കെ അവിടെ? ഭയങ്കര മഴയാ. ഭയങ്കര മഴയാണ് അല്ലേ? ഫാത്തിമയുടെ എവിടെയാ വീട്? ഫാത്തിമ? എന്റെ പേര് മിസ്രിയാന്ന, മോളെ പേര് ഫാത്തിമ. അതെല്ലേ? കണ്ണൂരാ. കണ്ണൂര്. ഓക്കെ. കണ്ണൂരല്ലേ തെക്കിയം ഇതൊക്കെ ഉള്ളത്? തിറ കണ്ണൂർ ഭാഗത്താണോ തെയ്യം തിറയൊക്കെ ഉള്ളത്? കേട്ടില്ല എന്താ മോനെ? തെയ്യം തിറ എന്നൊക്കെ പറയണ അങ്ങനത്തെ കസ്റ്റംസ് ഒക്കെ ഉള്ളത് കണ്ണൂർ ഭാഗത്തല്ലേ? പോവാറുണ്ടോ? കണ്ടിട്ടുണ്ടോ? ഇല്ല ഇല്ല. ഇല്ലേ? പിന്നെ വിസ്മയ പാർക്കില്ലേ? ഏ വിസ്മയ പാർക്ക് എന്ന് പറഞ്ഞ അമ്യൂസ്മെന്റ് പാർക്കിലുണ്ട്. പറശ്ശിനി അമ്പലം എന്നെല്ലാം കേട്ടിട്ടുണ്ടാ? പറശ്ശിനിക്കട അമ്പലം. അതിന്റെ എല്ലാം അടുത്താ. പറശ്ശിനിക്കട അമ്പലം അല്ലേ? ആ ഭാഗത്തായിട്ടല്ലേ? കേട്ടിട്ടുണ്ട്, ധാരാളം കേട്ടിട്ടുണ്ട്. പറശ്ശിനിക്കട മുത്തപ്പൻ അല്ലേ? വന്നിട്ടുണ്ടാ? പുതിയ മാം ആണോ? ഇല്ല കേട്ടോ, ഇത് പഴയ മാം തന്നെയാണ് കേട്ടോ. ഒരു മിനിറ്റ് കേട്ടോ, ഒരു മിനിറ്റ്. നിർമ്മല മാമാ ഇംഗ്ലീഷിന്റെ. ആദ്യമായിട്ടാണോ വരുന്നത് ക്ലാസ്സിലേക്ക്? ലിജിമോൾ സനീഷ്. എന്ത് ലിജിമോളെ? ഈ ക്ലാസ്സിൽ കേറിയിട്ടില്ല, കുറച്ച് സിറ്റുവേഷൻ ഒക്കെ ഉള്ളതുകൊണ്ട് കേറിയില്ല. ശരി, ആദ്യമായിട്ടാണ് കേറണേ അല്ലേ? അതെ. ഒന്ന് കേറി നോക്കിക്കളഞ്ഞേക്കാന്ന് വിചാരിച്ചു. പരീക്ഷണത്തിന് വേണ്ടി കയറിയതാണോ? അതില്ലെങ്കിൽ അല്ല, കുഞ്ഞിന് പനിയൊക്കെ ആയിരുന്നു, പിന്നെ കറണ്ട് ഇല്ല, മഴ. അതിന് ഒരുപാട് പ്രോബ്ലംസ് ആണല്ലേ? അതെ. മനു കെ എം. മനു കെ എം. യെസ് മാം. മനുവിന്റെ വീട് എവിടെയാ? എന്റെ വീട് കോട്ടയം ചങ്ങനാശ്ശേരി. കോട്ടയം ചങ്ങനാശ്ശേരി. അതെ. അങ്ങോട്ടൊന്നും വന്നിട്ടില്ല. എംജി യൂണിവേഴ്സിറ്റി വന്നിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. വന്നിട്ടുണ്ട്, യൂണിവേഴ്സിറ്റി വരെ വന്നിട്ടുണ്ട്. മനു എന്താ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത്? എന്താ പഠിച്ചത്? ഞാന് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗ് ഡിപ്ലോമയാണ്. പിന്നെ CCN MCT എല്ലാം കഴിഞ്ഞാണ്. ശരി. എന്നിട്ട് അതിലൊന്നും ജോബ് ആയില്ല? 13 വർഷം പോയിട്ടില്ലായിരുന്നു. അതെ. എന്ത് കിട്ടിയത്? 13 വർഷം വെറുതെ കളഞ്ഞ്? അല്ല, 13 വർഷം കുവൈറ്റിലായിരുന്നു, ജോബായിരുന്നു. തിരിച്ച് നാട്ടിലേക്ക് പോന്നു അല്ലേ? തിരിച്ച് നാട്ടിൽ വന്നു. ഫാദർ മരിച്ചായിരുന്നു. ഒരു വർഷം കഴിഞ്ഞു. അപ്പം മമ്മി ഒറ്റയ്ക്ക് ഉള്ളായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാനും കുഞ്ഞും ഇങ്ങ് പോന്നു. ഇങ്ങനെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് പഠിക്കാന്ന്. വൈഫ് നേഴ്സാണേ. അപ്പം ഇനിയിപ്പം മൈഗ്രേഷൻ നോക്കുന്നുണ്ട്. അപ്പൊ ആ കൂട്ടത്തിൽ ഇതൂടെ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ച്. അങ്ങനെ പോകാനായിട്ടല്ലേ? അതെ. നല്ല കാര്യം. നമ്മള് ഫാമിലി ആയിട്ട് ഒരുമിച്ച് നിൽക്കണം അല്ലേ? ഒരുമിച്ചായിരുന്നു. ഇപ്പം ഇങ്ങനെ ആയതുകൊണ്ട് ഇപ്പൊ ഞങ്ങള് രണ്ടും ഇനി പോകുന്നതേ ഉള്ളൂ. നല്ല റിലേഷൻ ഒരു അല്ലേ? അതെ. ഒരു ഇതുണ്ടാവുമോ?
ഓക്കെ. അപ്പൊ എല്ലാവരും ഒന്നും ജോയിൻ ചെയ്തില്ലല്ലോ. വേഗം വരൂ എല്ലാവരും. ജയലക്ഷ്മി, എന്തൊക്കെയുണ്ട് വിശേഷം? ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. നല്ല വിശേഷം. നല്ല വിശേഷം അല്ലേ? യെസ് മാം. സുഖമായിട്ട് പോണു. മഴയാ മാം. മഴ. കറണ്ട് ഇല്ല. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ആന. വിഷുപ്രിയ, അവിടെ മഴയുണ്ടോ? ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. മഴയുണ്ടോ അവിടെ? ഓ, ഇവിടെ നല്ല മഴ. കുറച്ചാള് മാറിക്കണായിരുന്നില്ലേ നമ്മുടെ അടുത്ത് നിന്നൊക്കെ? കുറച്ചാള് നമ്മുടെ അടുത്ത് നിന്ന് മാറിക്കണായിരുന്നില്ലേന്ന്? ഓ. അപ്പൊ വരുമ്പോ ഒരു വരവ് വരണ്ടേ? അതാണ് അല്ലേ? ലേറ്റസ്റ്റ് ആയിട്ട് വരുവേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരണത് മഴ അല്ലേ? ഓ, ഓക്കെ. നമ്മുടെ ക്ലാസ് തുടങ്ങാം. ഒരു 5 മിനിറ്റ് കൂടി നമ്മൾക്ക് നോക്കാം സരിത, കേട്ടോ? ഓക്കെ മാം. എല്ലായിടും മഴ, അതുകൊണ്ട് റേഞ്ചിന്റെ പ്രോബ്ലം ഉണ്ടേ. നെറ്റ്വർക്ക് ഇഷ്യൂസ് ഒരുപാട് സ്ഥലത്ത് ഉണ്ടാവും. നല്ല മഴയാണ്, അതിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലും മാക്സിമം ജോയിൻ ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. ഓക്കെ മാം. അല്ലെ, തണുപ്പത്ത് ഒന്ന് മൂടി പൊച്ച് കിടന്ന് ഉറങ്ങാനൊക്കെ തോന്നുന്നുണ്ടാവും അല്ലെ ചിലർക്ക്? ഉണ്ടോ? എല്ലാരും കയറുന്നേരം മാം ഒരു പാട്ട് പാടും. എല്ലാരും വന്ന ഒരു അവർക്ക് മിസ് ചെയ്യില്ലേ ആ പാട്ട്? സാന്യ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പാടിത്തരാം അല്ലെ? നമുക്ക് പാട്ടോടുകൂടി ആദ്യം തന്നെ തുടങ്ങാം അല്ലെ ക്ലാസ്? വിഷുപക്ഷി വിഷുപക്ഷി പോരെ മതിയില്ലേ? അടിപൊളി മാം. ഓക്കെ, താങ്ക് യു. സ്ക്രീൻ ഷെയർ വന്നില്ലല്ലോ, നോക്കട്ടെ കേട്ടോ. ഒരു മിനിറ്റ് കേട്ടോ, ജസ്റ്റ് മിനിറ്റ്, ഒന്നുകൂടി ഞാൻ നോക്കിയേക്കട്ടെ. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. ഞാൻ നിങ്ങൾക്കൊക്കെ വേണ്ടി കാത്തിരിക്കാണ്ട് ഇവിടെ. ലേറ്റ് ആയി. ഗുഡ് മോർണിംഗ് മാം. മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. എല്ലാവരും സന്തോഷമായിട്ടിരിക്കണല്ലോ? യെസ് മാം. നമുക്ക് തുടങ്ങാം എന്നല്ല? Let us start. Okay. All are ready to join our English class? Okay. In the former class, we had already discussed about which part? ഇതിനെ കുറിച്ച് അഫിദ നമ്മള് പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയത് എവിടെയാണ്? പറയൂ. ഫിദ,
Fida, can you hear me? Jubi Varghese? എവിടെയാണ് നിർത്തിയത്? ജൂബി വർഗീസ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോണൗൺ. ഡിസ്ട്രിബ്യൂട്ടീവ് അല്ലേ? അപ്പോ എന്താണ്? ഫിദ, നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടോ അവിടെ? യെസ് മാം. ഓക്കെ ഓക്കെ, ഉണ്ട് മാം, നല്ല മഴയാണ്. ഈ റിഫ്ലക്സീവ് പ്രോനൗൺ എന്ന് വെച്ചാൽ എന്താണെന്നാണ് പറഞ്ഞത്? റിഫ്ലക്സീവ് പ്രോനൗണിനെ കുറിച്ച് ഒന്ന് ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? രമ്യ പറഞ്ഞത് പഠിച്ചത് ഒന്ന് പറഞ്ഞു നോക്കൂ രമ്യ. രമ്യ, can you hear me? What I am saying? Jofin. എല്ലാവർക്കും വേണ്ടി ഞാൻ തന്നെ പറയാം, ആരും മിണ്ടുന്നില്ല അല്ലേ? മാം, റിഫ്ലെക്സീവ് ആക്ഷൻ ഓഫ് ദ സബ്ജക്ട്. ആക്ഷൻ ഓഫ് ദ സബ്ജക്ട് അല്ലേ? ദാറ്റ് സ്റ്റേറ്റ് ബാക്ക് ടു ദാറ്റ് സബ്ജക്ട് അല്ലേ? ആ സബ്ജക്റ്റിലേക്ക് തന്നെ ടേൺസ് ബാക്ക് ടു ചെയ്യുന്നുണ്ട് അല്ലെ? അല്ലെങ്കിൽ ദാറ്റ് റിഫ്ലക്ട് സബ്ജക്ട്, ആ സബ്ജക്റ്റിനെ റിഫ്ലക്ട് ചെയ്യിക്കുന്നു അല്ലെ? ഒരു എക്സാമ്പിൾ പറഞ്ഞേ. I did it myself. I did it myself, ma'am. I did it myself also അല്ലെ? That is an example for reflexive അല്ലെ? And emphatic pronoun the subject അല്ലെ? എന്തിനെ തുടർന്ന് before അല്ലെ? After the subject അല്ലെ? We can use the reflexive pronoun അല്ലെ? എപ്പോഴാണ് റിഫ്ലെക്സീവ് പ്രോനൗൺ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നത്? ആഫ്റ്റർ ഒരു കാര്യം അത് തന്നെയാണെന്ന് സമർത്ഥിക്കുന്ന സമയത്ത്, സബ്ജക്റ്റിന് ശേഷം I myself did it അല്ലെ? അതൊന്നുകൂടി എന്ത് ചെയ്യുന്നു? ഉറപ്പിച്ച് പറയുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, അത് കഴിഞ്ഞു, റിഫ്ലെക്സീവ് കഴിഞ്ഞു. അത് ഇനി വാട്ട് ഇസ് ഡെമോൺസ്ട്രേറ്റീവ്? പറഞ്ഞോളൂ. To show or identify one or a number of noun that may be far or near. According to the far or near, we have to show or to identify a number of noun and pronouns. ഒരുപാട് നമ്പേഴ്സ് ഓഫ് പ്രോനൗൺസിനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും. എന്തിനനുസരിച്ചാണ്? അക്കോർഡിംഗ് ടു ദ ഫാർ ആൻഡ് നിയർ. ഫാർ ആൻഡ് നിയർ അല്ലെ? അത് അടുത്താണോ അകലെയാണോ എന്നുള്ള എന്താണ് ഡിസ്റ്റൻസ് അല്ലെ? ആ ഡിസ്റ്റൻസിനനുസരിച്ചായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? അക്കോർഡിംഗ് ടു ദ ഡിസ്റ്റൻസ് ഓഫ് ഫാർ ആൻഡ് നിയർ അല്ലെ? ആ ഫാർ ആൻഡ് നിയർ എന്ന് പറയുന്ന ഡിസ്റ്റൻസിനനുസരിച്ച് വി ക്യാൻ ഷോ ഇറ്റ് അല്ലെ? ഓർ ഐഡന്റിഫൈ ഇറ്റ്. അതിനെ നമുക്ക് കാണിക്കാനോ അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാനോ സാധിക്കും അല്ലെ? അപ്പൊ അവിടെ ഉപയോഗിക്കുന്നത് ദിസ് എന്താവുന്നു? സിംഗുലറില് ഇപ്പൊ നിയർ ആണെങ്കിൽ സിംഗുലറില് ദിസ് എന്താവുന്നു? ദീസ് ആവുന്നു അല്ലെ? ഫാർ ആണെങ്കിൽ, ദൂരെ ആണെങ്കിൽ ദാറ്റ് എന്താവുന്നു? കേട്ടോ, ഇത്രയും ശ്രദ്ധിക്കാം. ഓക്കെ, ഇനി ഇൻഡെഫിനിറ്റിൽ വരുമ്പോഴോ? ഇൻഡെഫിനിറ്റില് എന്തില്ല? ഇൻഡെഫിനിറ്റില് എന്തില്ല? There is not possibility to recognize. എന്താണ്? ഫെമിലിയർ സ്പെസിഫിക്കേഷൻ കൊടുത്തിട്ടില്ല. ഫെമിലിയർ ആയിട്ടുള്ള ഒരു സ്പെസിഫിക്കേഷൻ അവിടെ ഇല്ല. ജസ്റ്റ് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരുന്നാൽ മതി ഈ കാര്യങ്ങളൊക്കെ. കാര്യം വെച്ചാൽ നിങ്ങൾ ഇത് പഠിക്കുന്ന എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾക്ക് HAയിൽ എന്തിനു വരും? നിങ്ങൾ ഒരു ഹോസ്പിറ്റൽ മാനേജ്മെന്റിന്റെ ഇതിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചോദിക്കും? നിങ്ങളോട് സെൽഫ് ഇൻട്രൊഡക്ഷൻസ് ഒക്കെ ചോദിക്കുന്ന സമയത്ത് യു ക്യാൻ യൂസ് ഇറ്റ് ഇൻ ഇംഗ്ലീഷ് അല്ലെ? നിങ്ങൾക്ക് ഇംഗ്ലീഷ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ പറയേണ്ടി വരും. അതാണ് ഇംഗ്ലീഷ്. അപ്പൊ ബേസിക് ആയിട്ട് പഠിച്ചിട്ട് അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാം? എന്ത് ചെയ്യണം? സ്പീക്കിങ്ങിലേക്ക് പോണം അല്ലെ? നമ്മൾ സംസാരിക്കാനായിട്ട് പഠിക്കണം. ഓരോന്നും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണത് കേട്ടോ. ഇന്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്യണ്ടല്ലേ നിങ്ങള്? അപ്പൊ അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ച് ഇരിക്കുക. I saw someone അല്ലെ? ഞാൻ ആരെയോ കണ്ടു അല്ലെ? ഞാൻ ആരെയോ കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? ആരെയോ അല്ലെ? ഈ ആരെയോ എന്ന് പറയുന്നത് എന്താണ്? ഇൻഡെഫിനിറ്റ് ആണ്. ആരെയോ എന്ന് പറയുന്നത് ഇൻഡെഫിനിറ്റ് ആണ്. ഇവിടെ ഒന്നൊരു ഫെമിലിയർ കൺസെപ്റ്റ് ഉണ്ടോ? ഫെമിലിയർ സ്പെസിഫിക്കേഷൻ ഉണ്ടോ?
No, ma'am. ഇല്ല അല്ലേ? ആ ഫെമിനിൻ സ്പെസിഫിക്കേഷൻ ഇല്ലാത്തത് കൊണ്ടാണ് അതിനെ നമ്മൾ ഇൻഡെഫിനിറ്റ് പ്രോനൗൺ എന്ന് പറയുന്നത്. ഓക്കെ, അത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി ഡെഫിനിറ്റ് ആണ്, ഡിസ്ട്രിബ്യൂട്ടീവിലാണെങ്കിലോ? ഡിസ്ട്രിബ്യൂട്ടീവ് ഞാൻ പറഞ്ഞാ Yes, ma'am. ഡിസ്ട്രിബ്യൂട്ടീവ് വെച്ചിട്ട് നമ്മൾ വാക്കുകളൊക്കെ പറഞ്ഞു നോക്കിയോ? സെന്റൻസ് മേക്കിംഗ് ഒക്കെ നോക്കിയില്ലേ? പറഞ്ഞു അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈച്ച് എന്ന് പറയുന്ന ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോനൗൺ വെച്ചിട്ട് യു ക്യാൻ ഓൾ ഓഫ് യു മേക്ക് എ സെന്റൻസ്. അവരവരുടെ മനസ്സിൽ തോന്നുന്ന ഒന്ന്. എല്ലാവരും മ്യൂട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഞാൻ ചോദിക്കുമ്പോ ഷിയാസ്, ഞാൻ ചോദിക്കുമ്പോ മാത്രം എന്ത് ചെയ്യാ പറയുക കേട്ടോ. അവര് അപർണ CP ഈച്ച് വെച്ചിട്ട് അപർണയ്ക്ക് എന്താണ് അപർണയുടെ മനസ്സിൽ വരുന്ന എന്തെങ്കിലും കാര്യം പറയാനുണ്ടാവും അല്ലെ? അപ്പൊ അപർണ അപർണ ഈച്ച് എന്ന് വെച്ചാൽ എന്താണ് മീനിങ്? ഈച്ച് എന്ന് പറഞ്ഞാല് ഒരുപോലെ എന്നല്ലേ അർത്ഥം? അതുപോലെയാണോ? ഈച്ച് എവരി വൺ, എല്ലാരും ഒരുപോലെ. ഒന്നുകൂടി ആലോചിച്ച് നോക്കി. ഈച്ച് എവരി വൺ, ഈച്ച് എവരി വൺ എന്നൊക്കെ പറയില്ലേ? അപ്പൊ എന്താണ് അർത്ഥമാക്കുന്നത്? ഓരോന്നും ഓരോരുത്തരും അല്ലെ? അപ്പൊ ഓരോരുത്തരും എന്ത് ചെയ്യണമെന്നാ പറഞ്ഞത്? അന്യോന്യം അല്ല കേട്ടോ. അന്യോന്യം ഏതാ? ഈച്ചതർ കേട്ടോ. അന്യോന്യം ഈച്ചതർ, പരസ്പരം എന്നുള്ളതിനെന്താ? അപ്പോ കേട്ടോ, കേട്ടില്ലേ? ഈച്ചതർ എന്ന് വെച്ച് കഴിഞ്ഞാല് മീനിങ് എന്താ? അന്യോന്യം അല്ലെ? വൺ അനദർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? പരസ്പരം. എന്താണ്? പരസ്പരം. അത് തെറ്റിപ്പോകരുത് കേട്ടോ. ആകാശേ എവിടെയാണ് ഇപ്പോ? ആകാശ് വണ്ടി ഓടിക്കണോ? അപ്പൊ ഈച്ച് എന്താണ്? റോഷ്ന ഇവിടെ പറഞ്ഞു, പലരും പറഞ്ഞു കഴിഞ്ഞു. റോഷ്ന ഷാജി, പ്രവീണയാണെന്നാണ് പറയുന്നത്. പ്രവീണ രാഹുൽ, ആരും എന്താ മിണ്ടാത്തെ? സരിത ഓരോന്നും അല്ലെ? ഓരോരുത്തരും എന്നൊക്കെയാണ് ഇത് വരുന്നത്, ഈച്ച് എന്നതിന്റെ മീനിങ് എന്ന് വരുന്നത്. അപ്പൊ അത് വെച്ചിട്ട് കാർത്തിക ഒരു സെന്റൻസ് ഒന്ന് മേക്കിംഗ് ചെയ്തേ. കാർത്തിക ഒരു സെന്റൻസ് ഇഷ്ടമുള്ളത് പറഞ്ഞോ. ഈച്ച് വെച്ചിട്ടല്ലേ? ഈച്ച് വെച്ചിട്ട്. കിട്ടുന്നില്ലല്ലോ മാം. ഒന്നും കിട്ടണില്ല, ഒന്നുമില്ല. ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് ഹാവ് എ ബുക്ക്, ശരിയാണോ? എവിടുന്നാ കിട്ടിയത്? ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് ഹാവ് എ ബുക്ക്. ഓക്കെ, വെരി ഗുഡ്.
ഇനി എയ്തർ വെച്ചിട്ട് എയ്തർ എന്താ? എയ്തർ മീനിങ് എന്താണ് നൗഷ? നശ്വ 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 യെസ് മാം. എന്താണ് എയ്തറിന്റെ അർത്ഥം? എന്താ? ഈതർ ഒന്നുകിൽ. രണ്ടിലൊന്ന് അല്ലെ? രണ്ടിലൊന്ന്. നിങ്ങൾ രണ്ടിലൊരാൾക്ക് എന്നർത്ഥത്തിൽ അല്ലെ? അപ്പൊ അങ്ങനെ ഒരു സെന്റൻസ് ഒന്ന് പറഞ്ഞു നോക്കി. നിങ്ങൾ സ്വയം ഉണ്ടാക്കുന്ന ഒരു സെന്റൻസ് അങ്ങോട്ട് പറഞ്ഞോളൂ. നിങ്ങളുടെ മനസ്സിൽ ഒരു ആശയം ഉണ്ടാവും അല്ലെ? മനസ്സിൽ ആശയം വെച്ചിട്ട് ശരിയാവുമെന്ന് നോക്കണമല്ലോ നമുക്ക്. I like either an apple or an orange. അങ്ങനെ പറയേണ്ട ആവശ്യമില്ല കേട്ടോ. രണ്ടിൽ ഒന്ന് അല്ലേ? either or പറയൂ. Either of us can win the prize. Either of us can win the prize. അത് ഞാൻ തന്ന ഒരു ഇതല്ലേ. ഇനി വേറൊരു പറഞ്ഞു നോക്കിയേ. എയ്തർ വെച്ചിട്ട് മാം ഇങ്ങനെ പറയാൻ പറ്റോ? യു കാൻ ടേക്ക് ദിസ് either chocolate or an ice cream. either chocolate and ice cream. either of ice cream or chocolate. എന്താണ്? Either you can come with me or you can go your home. ശരിയാണ്. നിങ്ങൾ Either of us can എന്താണ്? either of us can do our duty. Okay. Either one deserve to win. Okay, very good. Either of them can drive. Okay, very good. Either you or I am mistaken. Either You or either I am. either of you. I am. പിന്നെ അയാൾ കണ്ട കാര്യം എന്താണ്? Or വേണ്ട madam. Either of Either you or I am mistaken. അങ്ങനെ ഒരു വേർഡ്. I have mistaken എന്നാണോ? I am mistaken എന്നാണോ? I am mistaken. അല്ലെങ്കിൽ she will come either today or tomorrow. അത് ശരിയാണ് മാഡം. ശരിയാണ്. ശരിയാണ്. അത് ഓക്കെയാണ്. Either he or she cooked dinner. അവിടെ രണ്ടിൽ ഒരാളുണ്ടാവും. അപ്പൊ ഒരു ഓറ് ചേർക്കണം എന്നുള്ളതിന് വലിയ നിർബന്ധമൊന്നുമില്ല. ഒന്നില്ലെങ്കിൽ അയാൾ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മളിവിടെ എന്ത് പറയുന്നത്? എയ്തർ പറയുന്നത്. അപ്പൊ പിന്നെ എന്തിനാണ് ഒരു ഓറിന്റെ എയ്തർ ഓർ എന്ന് പറയുന്ന ഒരു പ്രയോഗം വേറെയുണ്ട്. അതിൽ വെച്ച് നോക്കുമ്പോ ഇത് കറക്റ്റ് ആണ്. അതിൽ വരാം അല്ലെ? പക്ഷേ ഇങ്ങനെ പറയുമ്പോ എയ്തർ ഓഫ് വെച്ച് പറയുമ്പോൾ ഇവിടെ ഓർ ചേർക്കേണ്ട കാര്യം ഇല്ല. ഒന്നുകിൽ രണ്ടിൽ ഒരാളാണ് അവിടെ ഉള്ളത്. രണ്ടിൽ ഒരാൾക്ക് ഇത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അവിടെ വരുന്നത് കേട്ടോ. അപ്പൊ നെയ്തർ ആണെങ്കിലോ, നെയ്തർ ഓഫ് ആണെങ്കിലോ നെഗറ്റീവ് ആണ്. ഈ രണ്ടിൽ ആർക്കും ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന ആർക്കും ഇത് ചെയ്യാൻ കഴിയില്ല അല്ലേ? neither of us can go to school അല്ലേ?
ഞങ്ങൾ ആർക്കും തന്നെ എവിടെ പോകാൻ പറ്റിയില്ല? സ്കൂളിൽ പോകാൻ കഴിയില്ല എന്നാണ് ഞാൻ പറഞ്ഞത്, അല്ലേ? അല്ലെങ്കിൽ എയ്തർ ആണ് ചേർക്കുന്നെങ്കിലോ, എയ്തർ ഓഫ് us can go to school എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ് അർത്ഥമാക്കുന്നത്? ഞങ്ങളിൽ ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്കൂളില് പോകാൻ പറ്റും എന്നുള്ളതാണ്. മനസ്സിലായോ? ഓക്കെ, മനസ്സിലായി. ഇനി ആർക്കെങ്കിലും മനസ്സിലാവാത്തുണ്ടോ? ഞാൻ പോവേണ് വേറെ ഇതിലൊക്കെ, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കണേ. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഇന്നലെ രാത്രിയിലെ പാർട്ടിക്ക് എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ പറയും. Yesterday party everyone is there. യെസ്റ്റർഡേ പാർട്ടി എന്നാ ഞാൻ ആദ്യം ചേർക്കണേന്നാണ് പറഞ്ഞത്, അല്ലെ? ഓരോരുത്തരും എന്ന് പറയുമ്പോ എന്തെന്ന് ചേർക്കണം? Each one is there in yesterday. Each one are there. Everyone was at the party last night. അല്ലെ? ഓരോരുത്തരും എന്ന് പറയുമ്പോഴെന്താണ്? ഈച്ച് എന്നോ എവ്രി വണ്ണോ ചേർക്കാം, അല്ലെ? എവ്രി വൺ ഉണ്ടായിരുന്നു, അല്ലെ? അപ്പൊ കഴിഞ്ഞു പോയൊരു കാര്യമാണ്, അല്ലെ? അപ്പൊ എന്താണ്? ആയിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്, അല്ലെ? അപ്പൊ ആയിരുന്നു. ഈസ് എന്താണ്? ഈസിന്റെ പാസ്റ്റ് ടെൻസ് ആണ് എന്ന് പറയുന്നത്, വാസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈസ് എന്തായിത്തീരുന്നു? വാസ് ആകുന്നു, അല്ലെ? എവരിവൺ വാസ് എന്ത്? എവിടെയാണ് ഉണ്ടായത്? പാർട്ടി. അപ്പോ അറ്റ് ദ പാർട്ടി, അല്ലെ? അറ്റ് ദ പാർട്ടി. എപ്പോ? യെസ്റ്റർഡേ നൈറ്റ്. യെസ്റ്റർഡേ നൈറ്റ് എന്ന് പറയില്ല കേട്ടോ, ലാസ്റ്റ് നൈറ്റ് എന്നേ പറയുള്ളൂ കേട്ടോ. ഒരിക്കലും യെസ്റ്റർഡേ നൈറ്റ് എന്ന് ഉപയോഗിക്കരുത്. ഇൻ ലാസ്റ്റ് നൈറ്റ്. ഓക്കെ, കഴിഞ്ഞ ദിവസം എന്നാണെങ്കിൽ എന്ത് പറയും? കഴിഞ്ഞ ദിവസം ഒരു പാർട്ടിയിൽ എല്ലാവരും ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം, മുന്നത്തെ ദിവസം. ലാസ്റ്റ് ഡേ. ലാസ്റ്റ് ഡേ പറയില്ല. കറക്റ്റ് ആൻസർ അവിടെ പറഞ്ഞു പ്രീവിയസ് ഡേ കേട്ടോ. പ്രീവിയസ് ഡേ, കഴിഞ്ഞ ദിവസം, അല്ലെ? കഴിഞ്ഞ ദിവസം എന്താണ് എല്ലാവരും പാർട്ടിക്കുന്നത്. അപ്പൊ എവ്രി വൺ വാസ് അറ്റ് ദ പാർട്ടി ഇൻ പ്രീവിയസ് ഡേ എന്ന് കൊടുത്താൽ മതി. മനസ്സിലായോ? ഓക്കെ, കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ അപ്പൊ യെസ്റ്റർഡേ എങ്ങനെ യൂസ് ചെയ്യൂല? ഇന്നലത്തെ പാർട്ടിക്ക് എല്ലാവരും ഉണ്ടായിരുന്നു എന്ന് പറയുകയാണെങ്കിൽ എന്താണ്? യെസ്റ്റർഡേ യൂസ് ചെയ്തോളൂ. ഓക്കെ, കഴിഞ്ഞ ദിവസത്തെ പാർട്ടിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ എന്ത് ചേർത്തോളണം? പ്രീവിയസ് ഡേ എന്ന് ചേർത്തോളണം കേട്ടോ. എല്ലാം ശരിയായി നടക്കുന്നു എന്നെങ്ങനെ പറയും? എല്ലാം ശരിയായി പോകുന്നു, നടക്കുന്നു, അല്ലെ? എന്നെങ്ങനെ പറയും? Everything is going well. Everything is Going well. Going well എന്ന് പറയാം. മറ്റൊരു വേർഡിൽ നിന്ന് to be all right എന്ന് ചേർക്കാം. അതാണ് കൂടുതലും നല്ലത്. Everything going to be, everything is കേട്ടോ, everything is going to be
ഓൾ റൈറ്റ് കേട്ടോ. എവറിത്തിങ് ഈസ് ഗോയിങ് ടു ബി ഓൾ റൈറ്റ് അല്ലേ? ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ പോകുന്നു എന്ന് ചോദിച്ചാൽ എല്ലാം നന്നായിട്ട് പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആൻസർ എന്ത് കൊടുക്കാം? എവറിത്തിങ് ഈസ് ഗോയിങ് ടു ബി ഓൾ റൈറ്റ് എന്ന് കൊടുക്കാം. ഓക്കെ ആയോ? Yes, ma'am. ആ, Yes, ma'am. ആരും മറുപടി പറഞ്ഞില്ല. ആരും മറുപടി പറഞ്ഞില്ല. No one has answered. No one has, no one answered എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. Okay. No one answered അല്ലെങ്കിൽ nobody Answered. answered. ഓക്കെ, കിട്ടി അല്ലേ? അവിടെ ആരുമില്ല. No one is there. No one ചേർക്ക അല്ലേ? എന്താണ് അവിടെ ആരുമില്ല എന്നാണ് പറഞ്ഞത്. അവിടെ ആദ്യം ചേർക്കണ്ടേ? There. എന്താണ് there അല്ലേ? There is no one. അപ്പൊ there is No one. nobody അല്ലെങ്കിൽ no one here അല്ലേ? there is no one എഴുതിയാലും കറക്റ്റ് ആണ്. there is no one here എന്ന് എഴുതിയാലും ഇവിടെ ആരുമില്ല അല്ലെങ്കിൽ അവിടെ എന്താണ് അവിടെ ആരുമില്ല എന്ന് പറയാം. there is nobody here എന്ന് പറഞ്ഞാലും there is no one here എന്ന് പറഞ്ഞാലും എന്താണ് ഒരേ മീനിങ് തന്നെയാണെന്ന് ഞാൻ പഠിപ്പിച്ചു തന്നിട്ടില്ലേ ഇൻഡെഫിനിറ്റിലെ? അവൻ എവിടെയും പോയില്ല എന്ന് എങ്ങനെ എഴുതും? അവൻ എവിടെയും പോയില്ല അതെങ്ങനെ പറയും? Anywhere. He didn't go anywhere. അവനും കേട്ടോ, അവൻ എവിടെന്നാണ് ട്ടോ. എവിടെയും ഞാൻ എഴുതിയിട്ടില്ലല്ലേ? അവൻ എവിടെയും പോയില്ല. അപ്പൊ അവൻ എന്നുള്ളത് എന്താണ്? He. പോയിട്ടില്ല അല്ലെ? പോയിട്ടില്ല. അവൻ എവിടെയും പോയിട്ടില്ല എന്നാണ് പറഞ്ഞത് അല്ലെ? അപ്പൊ പോയിട്ടില്ല എന്നെങ്ങനെ പറയും? Didn't go. അപ്പൊ നമ്മൾ ചേർക്കേണ്ട എന്താണ്? ഹാസ് ഹാവൊക്കെ ഇല്ലേ? ഉണ്ട് എന്നർത്ഥം വരുന്നത് അല്ലെ? ഉണ്ട് അല്ലെ? അപ്പൊ എന്ത് ചേർക്കണം? അവനാണല്ലോ. അവനാകുമ്പോ എന്താണ്? സിംഗുലർ ആണ്. അപ്പൊ എന്ത് ചേർക്കണം നമ്മള്? ഹി ഹാസ് പോയിട്ടില്ല എന്നാണ് നമ്മൾക്ക് ഇവിടെ പറയാം. ഹി ഹാസ് ഗോ എന്ന് പറഞ്ഞാല് അവൻ പോയിട്ട് അല്ലെ? ഹി ഹാസ് എവിടെയും പോയിട്ടില്ല. എവിടെയും പോയിട്ടില്ല, എവിടെയും ഇല്ല എന്നുള്ളതിന് ഒരു വേർഡ് ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. Anywhere. അത് എനിവേർ എന്ന് പറയുമ്പോ എവിടേക്കെങ്കിലും ഒക്കെ ആയിട്ടല്ലേ പോയേക്കണോ? എവിടെയാണോ ഇതൊക്കെ നമ്മൾ ചോദിക്കുന്നത്. എന്താണ് റിൻസ? Nowhere. nowhere അല്ലെ? ഹി ഹാസ് nowhere to go അല്ലെ? അവൻ എവിടെയും പോയിട്ടില്ല, എവിടേക്കും പോയിട്ടില്ല എന്ന് ഉപയോഗിക്കാം. ഓക്കെ, അവൻ എവിടേക്കും പോയിട്ടില്ല അല്ലെ? അവൻ അവിടെ തന്നെ ഉണ്ട്, വീട്ടിൽ തന്നെ ഉണ്ട് അല്ലെ? അപ്പോ ടു എന്നൊരു പദം നമ്മള് ഒരു വേർഡിന് മുന്നിലായിട്ട് ചേർത്ത് കഴിഞ്ഞാല് എന്ത് ആൻസർ, എന്താണ് നമുക്ക് മലയാള അർത്ഥം കിട്ടുന്നത്? പോകുവാൻ അല്ലെ? പോകുവാൻ അല്ലെ? ടു ഈറ്റ് തിന്നാൻ, ടു ഡ്രിങ്ക് അല്ലെ? കുടിക്കാൻ അല്ലെ? കുറച്ച് വെള്ളം തന്നേന്ന് ചോദിച്ചാൽ എന്തിനു വേണ്ടിയാണ്? ടു ഡ്രിങ്ക് അല്ലെ? കുടിക്കാൻ അല്ലെ? അല്ലെങ്കിൽ എന്താണ്? ടു ഫുഡ് അല്ലെ? ഫുഡ് കഴിക്കാൻ അല്ലെ? അങ്ങനെ ടു ഹാവ്. അപ്പൊ പോകാനില്ല എന്നല്ലേ അർത്ഥം വരിക? ടു ഗോ എന്ന് പറയുമ്പോ പോകാനില്ല എന്നല്ല അർത്ഥം വരിക? എവിടെയും പോകാനില്ല, അവൻ അവിടെ തന്നെ ഉണ്ട്. എവിടെയും പോയിട്ടില്ല എന്ന് പറയുമ്പോഴും എവിടെയും പോകാനില്ല എന്ന് പറയുന്നതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? എവിടെയും പോകാനില്ല അവന്. ഓക്കെ, എവിടെയും ഇല്ല, എവിടെയും പോകാനില്ല എന്നുള്ള അർത്ഥത്തില് നമുക്ക് ആ വേർഡ് ഉപയോഗിക്കാം. നോവെയർ കേട്ടോ, എവിടേക്കും ഇല്ല എന്നുള്ള അർത്ഥത്തില് കേട്ടോ. ഓക്കെ, അപ്പൊ ടു ഗോ എന്ന് വെച്ച് കഴിഞ്ഞാല്
ആൻ എന്നുള്ള ഒരു അർത്ഥമാണ് നമുക്ക് കിട്ടുന്നത്. ടു ഗോ. ഇൻ ബോക്സ് എന്ന് വെച്ചാൽ എന്താണ്? ബോക്സിനുള്ളിൽ. ആ, ബോക്സിന് ഉള്ളിൽ അല്ലെ. അത് ഓൾറെഡി ബോക്സിന്റെ ഉള്ളിലാണെങ്കിൽ നമുക്ക് ഇൻ ദ ബോക്സ് എന്ന് പറയാം അല്ലെ. ഇനി നമ്മള് പുറത്തുള്ള ഒരു വസ്തു, ഇപ്പൊ ഒരു പുറത്ത് കിടക്കുന്ന വസ്തു ആ ബോക്സിനുള്ളിലേക്ക് വരികയാണെങ്കിൽ എന്ത് പറയാം? ഇൻ ടു ദ ബോക്സ് എന്ന് പറയാം. മനസ്സിലായോ? ഇൻ ടു ദ ബോക്സ്. നമ്മൾ പുറത്ത് വെച്ചിരിക്കുന്ന ഒരു ബോള് എന്താണ്? ഇതിനകത്തേക്ക് ഇടുകയാണ് നമ്മൾ ചെയ്യുന്നത്. ആ പുറത്തിരിക്കണത് ഈ ബോൾ എന്ത് ചെയ്യുന്ന അകത്തേക്ക് നമ്മൾ എടുത്തിട്ടുവെങ്കിൽ ഇൻ ടു ദ ബോക്സ് എന്ന് പറയാം. ബോക്സിന് ഉള്ളിലേക്ക് എന്നുള്ള ഇതില് പറയാം കേട്ടോ. ഓക്കെ, ഞാൻ അടുത്തതിലേക്ക് പൊക്കോട്ടെ. അടുത്തത് റെസിപ്രോക്കൽ ആണ്. റെസിപ്രോക്കൽ പ്രോനൗൺ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടോ? റെസിപ്രോക്കൽ പറഞ്ഞു തന്നിട്ടാണോ? ഈ റെസിപ്രോക്കലാണ് നമ്മൾ നേരത്തെ ഒരു കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. ഒരാള് ഈച്ച് അതർ ആണോ എന്ന് ചോദിച്ചു അല്ലെ. ഈച്ച് അതർ എന്നുള്ളൊരു പദം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അതല്ല എന്ന് പറഞ്ഞു അല്ലെ. അതിന്റെ അർത്ഥം ഞാൻ എന്താ പറഞ്ഞത്? ഈച്ച് അതർ മെയ്ഡ് ഫോർ ഈച്ച് അതർ. ആ, അന്യോന്യം. ഇനി എന്താണ് വൺ അനദർ? വൺ അനദറിന്റെ അർത്ഥം എന്താ ഞാൻ പറഞ്ഞല്ലോ? പരസ്പരം. പരസ്പരം അല്ലെ. ആ, അപ്പൊ ഈച്ച് അതറും എന്താണ്? വൺ അനദറാണ്, പരസ്പരം അല്ലെ. ആ, ഇത് എങ്ങനെ യൂസ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ രണ്ടു പേരാണെങ്കിൽ, ഇവിടെ രണ്ടു പേരുണ്ടെങ്കിൽ അവർക്കിടയിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഈച്ച് അതർ എന്ന് ഉപയോഗിക്കാം. ഒരുപാട് ആളുകൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? വൺ അനദർ എന്ന് ഉപയോഗിക്കാം അല്ലെ. അപ്പോ യൂസ്ഡ് ഫോർ ടു ഈച്ച് അതർ, യൂസ്ഡ് ഫോർ ടു ഈച്ച് അതർ ആണെങ്കിൽ യൂസ്ഡ് ഫോർ മോർ ആണ് എന്ന് പറയുന്നത് വൺ അനദർ എന്ന് പറയുന്നത്. ഓക്കെ ആയോ? ഓക്കെ അഭിന? ഓക്കെ ആണോ അഭിന? ആരാണ് ഒന്നുകൂടി പറയാൻ പറഞ്ഞത്? അയന. അയന. ഈച്ച് അതറും വൺ അനദറുമാണ് എന്തിനു വരുന്നത്? റെസിപ്രോക്കൽ പ്രോനൗൺ എന്ന് പറയുന്നത്. റെസിപ്രോക്കൽ പ്രോനൗൺ എന്ന് പറയുന്നത് അല്ലെ. അതായത് ഇവ തമ്മിലുള്ള മ്യൂച്വൽ റിലേഷൻഷിപ്പുകളാണ് കാണിക്കുന്നത് അല്ലെ. അതായത് എന്താണ് മ്യൂച്വൽ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത്? മ്യൂച്വൽ റിലേഷൻഷിപ്പ് അണ്ടർസ്റ്റാൻഡിങ് റിലേഷൻഷിപ്പ്. അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് റിലേഷൻഷിപ്പ് അല്ലെ. മ്യൂച്വൽ റിലേഷൻഷിപ്പ് അല്ലെ. നമ്മൾ സയൻസിലൊക്കെ പഠിക്കുന്നുണ്ടാവും. മ്യൂച്വൽ റിലേഷൻഷിപ്പിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും സയൻസില്. ഏത് വസ്തുക്കൾ തമ്മിലുള്ള മ്യൂച്വൽ റിലേഷൻഷിപ്പ് ആണ്? പൂവും തേനും. പൂവും ചിത്രശലഭവും. പൂവും ചിത്രശലഭവും ഒരു മ്യൂച്വൽ റിലേഷൻഷിപ്പ് ആണ് അല്ലെ. അതേപോലെ തന്നെ എന്താണ് മരവാഴയും ആ മരവും തമ്മിലുള്ളത് ഒരു മ്യൂച്വൽ റിലേഷൻഷിപ്പ് ആണ് അല്ലെ. അവ തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് അവർ തമ്മിൽ പോകുന്നത്. മ്യൂച്വൽ അതാണ്. അതിനെ കൊണ്ട് എന്താണ് ഒരു തരത്തിലുള്ള എന്താണ് ഉപദ്രവങ്ങളും ഇല്ല, മറ്റവർക്കും ഇല്ല അല്ലെ. അപ്പൊ പരസ്പരം എന്താണ്? അവര് പരസ്പരം എന്ത് ചെയ്യുന്നു? സഹകരിച്ചു പോവുകയാണ് ചെയ്യുന്നത് അല്ലെ. ആരൊക്കെ? എന്താണ്? മരവും മരവാഴയും അല്ലെ. അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചു പോകുന്നു അല്ലെ. സന്യാസി കണ്ടു. എന്താണ്? സന്യാസി കണ്ടു. എന്താണ്? സന്യാസി കണ്ടു. രണ്ടും കടൽ പൂവും സന്യാസി കണ്ടു. സയൻസിൽ പഠിച്ചതാ. അതല്ലേ, കടൽ പൂവും സന്യാസി കണ്ടു അല്ലെ. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. പിന്നെ പശുവും കാക്കയും തമ്മിലുള്ള ഒരു ബന്ധത്തെ കുറിച്ചൊക്കെ നമ്മൾ കാണുന്നതാണ് സയൻസില്. അപ്പോ അവ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടിരുന്നു അല്ലെ. ഈച്ചതർ ഉണ്ട് അല്ലെ. അപ്പൊ അന്യോന്യം അവര് തമ്മിൽ എന്താണ്? ഒരു സഹകരണം അവിടെയുണ്ട് അല്ലെ. അപ്പോ അതാണ് അന്യോന്യം എന്ന്. രണ്ടാളുകൾ തമ്മിലുള്ള ഒരു സഹകരണത്തെയാണ് അന്യോന്യം എന്ന് പറയുന്നത്. വൺ അനദർ എന്ന് പറയുമ്പോൾ പരസ്പരം അല്ലെ. ഒരുപാട് പേര് പരസ്പരം എന്ത് ചെയ്യുന്നു? അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നു? ഒരു എന്താണ്? അവര് തമ്മിലുള്ള എന്തെങ്കിലും പങ്കിടലുകളോ അല്ലെ, അതൊക്കെ വരാനുള്ള സാധ്യതകൾ ഉണ്ടാവും അല്ലെ. പരസ്പരം വൈരാഗ്യമോ വിദ്വേഷമോ അല്ലെങ്കിൽ സ്നേഹമോ അല്ലെ, ഇതെല്ലാം അവിടെ രൂപപ്പെടാനുള്ള സാധ്യത. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? പരസ്പരം അതിന് നമ്മൾ കൊടുക്കൽ വാങ്ങലോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? ആ പരസ്പരത്തിന് നമുക്ക്
ഉൾപ്പെടുത്താം. എന്തു തന്നെ ആയിക്കോട്ടെ, എന്ത് ഫീലിങ്സ് ആയിക്കോട്ടെ അല്ലെ ഒരിക്കലും. അപ്പൊ ഒരുപാട് പേരുണ്ടെങ്കിൽ അല്ലെ, ഒരുപാട് ആളുകൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വൺ അനദർ എന്ന് യൂസ് ചെയ്യാം. ഈച്ച് അതർ ആണെങ്കിൽ 2 പേരുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഈച്ച് അതർ എന്ന് യൂസ് ചെയ്യാം അല്ലെ. അപ്പോ എന്താണ്, ഞങ്ങൾ അന്യോന്യം സഹകരിക്കുന്നു. എങ്ങനെ എഴുതും? ഞങ്ങൾ അന്യോന്യം സഹകരിക്കുന്നു എന്ന് എങ്ങനെ കൊടുക്കുന്നത്? We help each other. We cooperate each other. we cooperate each other അല്ലെ. We cooperate each other. 2 പേര് അന്യോന്യം എന്ന വാക്ക് കണ്ടാൽ നമ്മൾ ഒട്ടനെ each other ചേർക്കുക അല്ലെ. ഞങ്ങൾ പരസ്പരം സഹകരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തായിരിക്കും വരുന്നത്? അബിദ നിസ, യെസ് മാം. ഞങ്ങൾ പരസ്പരം സഹകരിക്കുന്നു. വി വൺ ഈച്ച് അതർ അല്ലേ, വൺ അനദർ. വി എന്ത് ചെയ്യുന്നു? വി പരസ്പരം, ഞങ്ങൾ പരസ്പരം എന്ന് പറഞ്ഞാൽ മതിയോ? അല്ലല്ല, സഹകരിക്കുന്നു എന്നുള്ളൊരു വാക്കില്ലേ അവിടെ? ആ സഹകരിക്കുന്ന വാക്കിന് എന്താണ് അവിടെ? കോപ്പറേഷൻ അല്ലെ. കോപ്പറേറ്റ് ചെയ്യൂ. വൺ അനദർ. വി കോപ്പറേഷൻ വൺ അനദർ. കോപ്പറേറ്റ് കേട്ടോ. വി കോപ്പറേറ്റ് വിത്ത് വൺ അനദർ എന്നോ വി കോപ്പറേറ്റ് വിത്ത് ഈച്ച് അതർ എന്നോ നമുക്ക് പറയാം. ഇവിടെ ഞാൻ എന്ത് എഴുതണം അഭിനന്ദേ? അഭിനന്ദ്. യെസ് മാം. അഭിനന്ദ്, ഞാൻ എന്താ ഇവിടെ എഴുതേണ്ടത്? വി ഷുഡ് ഓൾ ലവ് ഡാഷ് എന്നാണ് പറഞ്ഞത്. വി വരുമ്പോൾ എന്ത് ചേർക്കണം എന്ന് ഞാൻ പറഞ്ഞത്? ഒരുപാട് പേരുണ്ടെങ്കിൽ അല്ലെ, ഒരു മ്യൂച്വൽ റിലേഷൻഷിപ്പ് ആണ്. മ്യൂച്വൽ റിലേഷൻഷിപ്പ് ഫോർ മോർ ആണ് എന്തിന് വരേണ്ടത്? We love each other. ഈ ആണെങ്കിൽ എന്താ വരേണ്ടത് കുട്ടി? ഒരുപാട് പേരുണ്ടെങ്കിൽ എന്താ വരേണ്ടത്? One another. We should all love one another. അതവിടെ എന്നാൽ അതിന്റെ മലയാളം വേർഡ് നോക്കിയിട്ട് വേണം നമ്മൾ അന്യോന്യമാണോ പരസ്പരം എന്ന് അറിയണം അല്ലെ. ഇവിടെ ഒന്നിൽ കൂടുതൽ പേരുള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് ചേർത്തത്? വൺ അനദർ എന്ന് ചേർത്തത്. The couple spoke to dash. The couple spoke to Each other വരും അവിടെ. 2 പേരാണ് അല്ലെ. ഓക്കെ. അനന്തു 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 അനൂപ് അനന്തു അനൂപേ. ആരാ? ആൻഡ്രൂ സോളമൻ. ആൻഡ്രൂ സോളമൻ. ആൻഡ്രൂ. അർജുൻ. അർജുൻ. ഹലോ ഹലോ. സോളമനും അർജുൻ ഇപ്പോഴാണോ കേട്ടത്? അല്ലല്ല, ഇപ്പൊ കേട്ടു. ഇവിടെ മഴയായിരുന്നു. ഓക്കെ. ഞാൻ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ടല്ലോ നിങ്ങള്? ഇത്രയും നേരം പറഞ്ഞതൊക്കെ കേട്ടോ അർജുൻ? കേട്ടു. മഴയായതുകൊണ്ട് ഫോൺ ചാർജും കുറവ്, അങ്ങനെ നെറ്റ് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അതാ കേൾക്കുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്. പറഞ്ഞിട്ട് ഒന്ന് വേഗം ഇത് ചെയ്തോളൂ. ഓൾ ഓഫ് ദം ഹേറ്റ്. ഒരുപാട് പേരുണ്ട് കേട്ടോ ഇവിടെ. ഓൾ ഓഫ് ദം ഹേറ്റ്. മനസ്സിലായോ അർജുൻ? എന്തോ? ഒരുപാട് പേരുണ്ടെങ്കിൽ നമ്മൾ ഈച്ച് അതർ ഏർക്കോ വൺ അനദർ ഏർക്കോ? ഒരുപാട് പേരുണ്ടെങ്കിൽ ഓൾ ഓഫ് ദം. അപ്പോ
കേട്ടിട്ടില്ല ക്ലാസ് കേട്ടെ. എവിടെയായിരുന്നു? അല്ല എവര് ഒന്നുകൂടെ ചോദിക്കാം, ഒന്നും കേട്ടില്ല, ശ്രദ്ധിച്ചില്ല. ചോദ്യം ഒന്നുകൂടെ. അടി കിട്ടി. ഞാൻ അങ്ങോട്ട് വടിയായിട്ട് വരും. എവിടെയാ വീട്? അല്ല ശ്രദ്ധിച്ചില്ല, ചോദ്യം ഒന്നുകൂടെ എവിടെയാണ് വീട്? ആദ്യം പറയാം, എന്നിട്ട് വടിയായിട്ട് എനിക്ക് അങ്ങോട്ട് വരാനാണ്. എന്റെ വീട് കോട്ടയം. അപ്പൊ പാഴ്സലായിട്ട് അയച്ചേക്കാം കേട്ടോ. ഒരു വടി ഞാൻ അങ്ങോട്ട് അയച്ചേക്കാം കേട്ടോ, ശ്രദ്ധിക്കാത്തതിന്. അപ്പൊ ഓൾ ഓഫ് ദം ഹേറ്റ് അല്ലെ? ഒരുപാട് പേരുണ്ടെങ്കിൽ നമുക്ക് വൺ അനദർ അല്ലേ? ഫലം അല്ലെ? ഇനി രണ്ടുപേരുണ്ടെങ്കിൽ ഈച്ച് അതർ, അന്യോന്യം അല്ലെ? അപ്പൊ ഓൾ ഓഫ് ദം ഹേറ്റ് എന്താക്കണം? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ആൻഡ്രൂ സോളമൻ വന്നതായിരുന്നു. മനസ്സിലായി? അവിടെ എന്തെടുത്തിരിക്കണായിരുന്നു ഞാൻ ചോദിച്ചപ്പോ? ഞാൻ പറഞ്ഞായിരുന്നു, പക്ഷെ കേട്ടില്ലായിരുന്നു. കേട്ടില്ല. ഈ കോട്ടയത്തോട്ട് അയക്കണേന്റെ ബാക്കി അങ്ങോട്ടേക്ക് അയച്ചാലോ ആൻഡ്രൂ? വേണ്ടേ? വേണ്ട. എവിടെയാ വീട്? വീട് പത്തനംതിട്ട. അപ്പൊ ഇതൊക്കെ അടുത്തടുത്ത സ്ഥലമാണോ? കോട്ടയം ഇതൊക്കെ? അല്ല. കോട്ടയം പത്തനംതിട്ടേക്കാ? അല്ല, ഇവിടെ ഉണ്ട്. ക്ലാസ്സിൽ ശ്രദ്ധിക്കണം കേട്ടോ, ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ഓക്കെ. ഇനി ആർഷ കെ ജയൻ. ആതിര ആർഷ. മനസ്സിലായോ മോളെ? മനസ്സിലായി മാം. സംശയമില്ലല്ലോ? ഇല്ല. ആതിരക്കുണ്ടോ സംശയം? ഇല്ലല്ലോ? മനസ്സിലായി. ഇനി നമ്മൾ പോകുന്നത് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്കാണ്. അതിനിടയ്ക്ക് ഒരു ഇൻട്രോഗേറ്റീവ് ഉണ്ട് കേട്ടോ, മറന്നുപോയി. ഇൻട്രോഗേറ്റീവ് അതിന്റെ ഇതിൽ തന്നെ അറിയാം അല്ലെ? ഇൻട്രോഗേറ്റീവ് എന്ന് പറയുമ്പോ തന്നെ എന്താണ്? ക്വസ്റ്റ്യൻ വേർഡ് അല്ലെ? ടു ആസ്ക് ക്വസ്റ്റ്യൻസ് അല്ലെ? ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇൻട്രോഗേറ്റീവ് പ്രൊനൗൺസ് ഉപയോഗിക്കുന്നത്. അതിൽ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് ഏതൊക്കെയാണ്? ഹൂ, വേർ, വാട്ട്, വിച്ച്, വൈ, ഹും, ഇതൊക്കെ നമ്മള് ഉപയോഗിക്കാറുണ്ട്. ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന WH ക്വസ്റ്റ്യൻസ് ആണ്. ഹൂ എന്ന് പറയുന്നത് ആരെ റെഫർ ചെയ്യാനാണ്? പേഴ്സൺ അല്ലെ? വ്യക്തികളെ റെഫർ ചെയ്യാനാണ് നമ്മൾ ഹൂ ഉപയോഗിക്കുന്നത്. ഹൂ ഉപയോഗിക്കുന്നതോ ഹൂം പേഴ്സൺ തന്നെയാണ് അല്ലെ? ഹൂമും പേഴ്സൺ തന്നെ. ഹൂസ് ആണെങ്കിൽ എന്താണ്? ഈ ഹൂസ് ആണെങ്കിൽ നമ്മള് പൊസഷൻസ് ആണ് അല്ലെ? ഓരോരുത്തരുടെ എന്താണ് ഇത് ആരുടേതാണ് എന്നൊക്കെ നമ്മൾ ചോദിക്കും അല്ലെ? ആ ഒരു പൊസഷൻസിന് വേണ്ടിയാണ് നമ്മൾ ഹൂസ് ഉപയോഗിക്കാറ്. ആ ഹൂസ് തന്നെ അപ്പൊ പൊസഷനായിട്ട്. പിന്നെ ഇതിലെന്താണ്? അത് ആരുടെ ആയിക്കോട്ടെ, പേഴ്സന്റെ ആയിക്കോട്ടെ, ഏത് അനിമൽസ് ആയിക്കോട്ടെ, പിന്നെ എന്താണ് തിങ്സ് ആയിക്കോട്ടെ അല്ലെ? ഏതെങ്കിലും റിവറോ കൺട്രിയോ അങ്ങനെ എന്തെങ്കിലും ആയിക്കോട്ടെ, അതൊക്കെ നമുക്ക് റെഫർ ചെയ്യാനായിട്ട് എന്ത് ചെയ്യാം? അതിനെ കുറിച്ച് നമ്മൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഹൂസ് എന്ന ഈ വേർഡ് ഉപയോഗിക്കാം. ഇനി ദാറ്റ് ആണെങ്കിലോ, ദാറ്റ് എന്നത് എന്താണ്? ഒരു പേഴ്സണെ കുറിച്ചോ ഒരു തിങ്സിനെ കുറിച്ചോ അനിമൽസിനെ കുറിച്ചോ ഒക്കെ റെഫർ ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് അതിൽ തന്നെ ഇതില് നമുക്ക് ദാറ്റ് ഇവിടെ വേണ്ട കേട്ടോ, ദാറ്റ് മാറിപ്പോയി അല്ലെ? വാട്ട് ആണെങ്കിൽ വാട്ട് എന്നുള്ളത് എന്തിനാണ്? ഒരു ഐഡിയാസോ തിങ്സോ ഒക്കെ വരുമ്പോഴാണ് നമുക്ക് എന്തിനു ഉപയോഗിക്കാൻ പറ്റുന്നത്?
വാട്ട് എന്ന ക്വസ്റ്റ്യൻ വേർഡ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അല്ലെ. അപ്പൊ വിച്ച് ആണെങ്കിലോ വിച്ച് ആണെങ്കിലും തിങ്സും അനിമൽസും ആണെങ്കിലും കേട്ടോ, ഏതെങ്കിലും സാധനങ്ങളോ അനിമൽസിനെയൊക്കെ ചോദിക്കാനായിട്ട് എന്ത് ചോദിക്കാം, വിച്ച് എന്നത് ഉപയോഗിക്കാം. വിച്ച് ബുക്ക് ആർ യു റീഡിങ് അല്ലെ, ഏത് ബുക്കാണ് നിങ്ങൾ വായിക്കുന്നത്, വിച്ച് ബുക്ക് ആർ യു റീഡിങ് എന്ന് ചോദിച്ചൂടെ. ഇല്ലെങ്കിൽ ഹൂസ് വെച്ചാണെങ്കിൽ പൊസിഷൻ വെച്ചാണ് ഹൂസ് ബുക്ക് ഈസ് അല്ലെ, ഇത് ആരുടെ ബുക്കാണ്. അല്ലെങ്കിൽ വാട്ട് വെച്ചാണ് വാട്ട് ഈസ് ദിസ് എന്ന് ചോദിക്കാം അല്ലെ. ഹൂ വെച്ചാണെങ്കിൽ ഹൂ ഈസ് ദിസ് എന്ന് ചോദിക്കാം. ഓക്കെ ആയല്ലോ, അത്രയൊക്കെ മതിയാവും. മനസ്സിലായോ? അതാണ് ഇൻട്രോഗേറ്റീവ് എന്ന് പറയുന്നത്. ഇനി അതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ ഇൻട്രോഗേറ്റീവില്? ഇല്ല. ഇനി നമ്മൾ ഇംഗ്ലീഷിലെ ഈ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് റിലേറ്റീവ് പ്രോനൗൺസ് എന്ന് പറയുന്നത്. റിലേറ്റീവ് പ്രോനൗൺസ്. ഈ റിലേറ്റീവ് പ്രോനൗൺ എന്ന് വെച്ചാൽ ഒരു ആപേക്ഷികമായിട്ടുള്ള ഒരു നാമം അല്ലെ, അതിന് ആപേക്ഷികമായിട്ട് വരുന്ന മറ്റൊരു നാമം എന്നുള്ളതാണ് എന്തിനെ ഈ റിലേറ്റീവ് പ്രോനൗൺസിനെ ഉദ്ദേശിക്കുന്നത്. ഒന്നുകൂടെ പറയാമോ? റിലേറ്റീവ് പ്രോനൗൺ എന്ന് പറയുന്നത് വലിയ കറക്റ്റ് മലയാളം മീനിങ് എന്ന് പറയുന്നത് എന്താണ്, ആപേക്ഷികമായിട്ട് വരുന്നതാണ് അല്ലെ. നിങ്ങൾ ആപേക്ഷിക സിദ്ധാന്തമൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതല്ലേ, ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടില്ലേ? 7th or 8th ഒക്കെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ നിങ്ങൾ ആപേക്ഷിക സിദ്ധാന്തം. അതിനെ വെച്ച് നോക്കുമ്പോൾ ഇതിനും എന്ത് തന്നെയാണ്, അതിന് പകരമായിട്ട് മറ്റൊന്ന് എന്ന രീതിയിലാണ് അതാണ് ആപേക്ഷികമായിട്ട് വരുന്നത്. പഠിച്ചിട്ടുണ്ട് നിങ്ങൾ ആപേക്ഷിക സിദ്ധാന്തമൊക്കെ. അപ്പോ ഇവിടെ നൗണിനോ നിൽക്കുന്നത് പോലെ, പേരിന് വരെ ഹി എന്ന് പറയുന്നത് പോലെ, നൗണിനോ പ്രോനൗണിനോ പകരമായി വരുന്ന പകരമായി വരുന്ന നൗൺ അല്ലെ, ആ നൗണൊക്കെ എന്താണ് ഈ റിലേറ്റീവ് പ്രോനൗൺസില് പെടുന്നതാണ്. അതായത് നമ്മള് ഹി എന്ന് ഉപയോഗിച്ചുവെങ്കിലും ആ ഹീയെ നമ്മൾ പിന്നീട് എന്ത് ചെയ്യുന്നു, റിലേറ്റീവ് പ്രോനൗൺസ് കൊണ്ട് തന്നെ അല്ലെ. അപ്പൊ ഹീയുടെ എന്ത് ചെയ്യുന്നില്ല, ഹീയുടെ മീനിങ് അവിടെ മാറുന്നില്ല. ആ ഹീയുടെ മീനിങ്, ആ സെന്റൻസിന്റെ മീനിങ് മാറാതെ തന്നെ നമുക്ക് എന്ത് ഉപയോഗിക്കേണ്ടി വരും, റിലേറ്റീവ് പ്രോനൗൺ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അല്ലെ. ആ റിലേറ്റീവ് പ്രോനൗൺസ് ആണ് നേരത്തെ ഇൻട്രോഗേറ്റീവിൽ പറഞ്ഞു തന്നെ ഹൂ, ഹൂസ്, ഹൂം, ദാറ്റ്, വാട്ട്, വിച്ച് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വയറ്, ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എന്തായിട്ട് ഉപയോഗിക്കാം, റിലേറ്റീവ് പ്രോനൗൺ ആയിട്ട് ഉപയോഗിക്കാം. ഹൂസ്, മിക്ക WH വരുന്നതൊക്കെ നമുക്ക് എന്തായിട്ട് ഉപയോഗിക്കാം, എന്തില് റിലേറ്റീവ് പ്രോനൗൺസ് ആയിട്ട് ഉപയോഗിക്കാം. ഓക്കെ ആണോ? ഒരു എക്സാമ്പിൾ പറയണോ? ഒന്നുകൂടി പറയണോ? ഒരു എക്സാമ്പിളോട് കൂടി പറയാം മാം. പറയാം. She is one of the girl who knows the answer അല്ലെ. അപ്പൊ നമ്മൾ എന്താണ് ഇതിന്റെ അർത്ഥമാക്കുന്നത്? ഷീ എന്ന് പറയുന്നത് ഇവിടെ പേഴ്സൺ ആണ് അല്ലെ. ഷീ എന്ന് പറയുന്ന നോൺ പേഴ്സൺ ആണ് അല്ലെ. അപ്പൊ പേഴ്സൺ ആയതുകൊണ്ട് ആ പേഴ്സന്റെ സ്ഥാനത്ത് അവൾ എന്താ പറയാ, അവൾ ആ കുട്ടിക്ക് മാത്രമാണ് എന്തറിയുള്ളൂ, ആൻസർ അറിയുള്ളൂ അല്ലെ. ഷീ ഈസ് വൺ ഓഫ് ദ ഗേൾ who knows the answer. അവൾക്ക് മാത്രമാണ് ഇവിടെ ക്ലാസ്സിൽ എന്തറിയാൻ പാടുള്ളൂ, ആൻസർ
അറിയാൻ പാടുള്ളൂ അല്ലെ. അപ്പൊ നമ്മള് അർത്ഥം മാറാതെ ഇപ്പൊ ഷീ ഈസ് വൺ ഓഫ് ദ ഗേൾ, ഞാൻ ഹൂയിക്ക് പകരം അവിടെ തന്നെ സെന്റൻസ് എന്ത് ചെയ്യുന്നു, രണ്ടാക്കിയാണ്. ഇവിടെ രണ്ടാക്കി എന്ന് വിചാരിക്കും സെന്റൻസ്, ഇവിടെ രണ്ടാക്കിന് അല്ലെ. ഞാൻ സെന്റൻസ് രണ്ടാക്കുന്നു, എന്നിട്ട് ഞാൻ എഴുതുന്നു ഷീ നോസ് ആൻസർ എന്നാണ് ഞാൻ എഴുതിയതെങ്കിൽ ഷീ ഈസ് വൺ ഓഫ് ദ ഗേൾ ഷീ നോസ് ദ ആൻസർ എന്ന് എഴുതി കഴിയുമ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ രണ്ടാമത് എന്താണ് ഫുൾ സ്റ്റോപ്പിൽ കഴിഞ്ഞിട്ട് വരുന്ന ഷീക്ക് പകരമായിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം, റിലേറ്റീവ് പ്രോനൗൺ നമുക്ക് ഉപയോഗിക്കാം. അത്രയും ഓക്കെ ആയോ? അപ്പൊ ഇവിടെ വരുന്ന നമ്മൾ പേഴ്സൺ ആയിരിക്കുമ്പോൾ ഏതൊക്കെ റിലേറ്റീവ് പ്രോനൗൺസ് ഉപയോഗിക്കാം എന്നാണ് ഞാൻ പറഞ്ഞത്. ഹൂ ഉപയോഗിക്കാം, ഹൂം ഉപയോഗിക്കാം, പിന്നെന്താണ് പൊസിഷൻസ് ആണെങ്കിൽ ഹൂസ് ഉപയോഗിക്കാം അല്ലെ. പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏതൊക്കെയാണ് ഞാൻ പറഞ്ഞത്, പേഴ്സൺ ആണെങ്കിൽ വേറെ ഏതൊക്കെ ഉപയോഗിക്കാം, ദാറ്റ് ഉപയോഗിക്കാം അല്ലെ. ഇത്രയും കാര്യങ്ങള് എന്താണ് നമുക്ക് ഉപയോഗിക്കാം അല്ലെ. ഇത്രയും എന്താണ് റിലേറ്റീവ് പ്രോനൗൺസ് നമുക്ക് ഉപയോഗിക്കാമെങ്കിലും ഈ പേഴ്സൺ ഇവിടെ വ്യക്തമായിട്ട് വരുന്ന ഏറ്റവും ഹൂസ് എന്താണ്, ആരുടേതെന്നാണ് അല്ലെ അർത്ഥമാക്കുന്നത്. ഇവിടെ ആരുടേതെന്ന് കൊടുക്കാൻ നമുക്ക് പറ്റോ? ഇല്ല അല്ലെ. ദാറ്റ് എന്നത് എന്താണ്, ദാറ്റ് എന്ന് വെച്ചാൽ അതാ അത് എന്നതാണ് അല്ലെ. അപ്പൊ അതും നമുക്ക് ചേർക്കാനായിട്ട് ചാൻസ് ഇല്ല. ഇനി ഹൂ എന്നാണ്, ആര് അല്ലെ. ഹൂം എന്താണ്, ആരുടെ. അപ്പൊ നമുക്ക് അതും ചേർക്കാനായിട്ട് സാധ്യതയില്ലേ. അപ്പൊ നമ്മ ഇവിടെ പറയുന്നത് എന്താണ്, എന്താണ് അവളാണ് ഒരേ ഒരു പെൺകുട്ടി അല്ലെ. എന്തെന്ന് പറയണം, അവിടെ ഇരിക്കുന്ന പെൺകുട്ടി ആരോ അവൾക്കാണ് ആൻസർ അറിയാൻ പാടുള്ളൂ അല്ലെ എന്നല്ലേ പറയുള്ളൂ അല്ലെ. അവൾക്ക് മാത്രമാണ് ആൻസർ അറിയാൻ പാടുള്ളൂ. അപ്പോ നമുക്ക് ചേർക്കാൻ പറ്റുന്ന ഏതാണ്, പേഴ്സണെ ഏറ്റവും ഇവിടെ യോജിച്ചത് ഏതാണ് അല്ലെ, ആരോ അല്ലെ. ഹൂ അല്ലെ. അപ്പോ ഹൂ നോസ് ദ ആൻസർ, അവൾക്ക് മാത്രമാണ് ഇവിടെ ആൻസർ അറിയാൻ പാടുള്ളൂ. ഇനി നമ്മള് വേറെയൊക്കെ എഴുതുകയാണെങ്കിലോ, മാൻ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ എനിക്കൊന്ന് പറഞ്ഞു തന്നാലും മതി കേട്ടോ. ഇന്നലെ കണ്ട ആ മനുഷ്യൻ എന്താണ് കുരുടനായിരുന്നു എന്നെങ്ങനെ എഴുതും? ഇന്നലെ കണ്ട ആ മനുഷ്യൻ കുരുടനായിരുന്നു എന്നെങ്ങനെ എഴുതും? Yesterday I saw a man who is blind. Who was blind. അതല്ലേ അല്ലെ. the man എന്താണ്, the man കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചേർത്തു, റിലേറ്റീവ് പ്രോനൗൺ ചേർത്തു. ആ റിലേറ്റീവ് പ്രോനൗൺ ഏതാണ്, മാൻ എന്നുള്ളത് എന്താണ്, പേഴ്സൺ ആണ് അല്ലെ. വ്യക്തി ആയതുകൊണ്ട് നമ്മൾ എന്ത് ചേർത്തു, ഹൂ ചേർത്തു അല്ലെ. the man who is blind. who is the man who is blind അല്ലെ. അപ്പൊ നമ്മൾ അന്ന് കണ്ട ആ മനുഷ്യൻ എന്ത് തന്നെയാണെന്നാണ് പറയുന്നത്, ബ്ലൈൻഡ് ആണ്. ഇവിടെ ഒരു പ്രത്യേകത, റിലേറ്റീവ് പ്രോനൗൺ ഉപയോഗിക്കുമ്പോൾ ഹൂ എന്നത് ഉപയോഗിക്കുന്നത് വെർബിന് വെർബുണ്ടോ എന്ന് നോക്കണം അല്ലെ. ആഫ്റ്റർ ദാറ്റ് വെർബ് കേട്ടോ. അപ്പോ ഹൂ ഉപയോഗിക്കണമെങ്കിൽ ആ ഡാഷിന് ശേഷം അല്ലെങ്കിൽ എന്താണ് വെർബിന് അല്ലെ തൊട്ട് മുമ്പായിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം, ഹൂ ഉപയോഗിക്കാം കേട്ടോ. അത് ഓർത്ത് വെക്കുക. ഹൂസ് ആണെങ്കിൽ എപ്പോഴാണ്, നൗൺ അല്ലെ. നൗൺ ഫോമിന് മുന്നിലായിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം, ഹൂസ് ഉപയോഗിക്കാം. ഹൂം എന്നുള്ളത് പ്രോനൗണിന് മുന്നിലായിട്ടോ അല്ലെങ്കിൽ നൗണിന് ശേഷമോ നമുക്ക് എന്ത് ഉപയോഗിക്കാം, ഈ ഹൂം ഉപയോഗിക്കാം. ഞാൻ നോട്ടിൽ എന്തായാലും തന്നേക്കാം കേട്ടോ ഇത്. ഓക്കെ. അപ്പോ ഹൂസൊക്കെ എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത്, പറയൂ. നൗണിന് മുൻപ്, റിലേറ്റീവ് പ്രോനൗണിന് ആണെങ്കിൽ പ്രോനൗണിന് മുമ്പ്.
ഹൂ വെർബിന് മുമ്പ്. Who ആണെങ്കിൽ ആരാണോ ഓക്സിലറി വെർബ്. എക്സാമ്പിൾസ് തരാൻ പറ്റുമെന്നൊന്ന് നോക്കട്ടെ കേട്ടോ, ഒരു മിനിറ്റ്. അപ്പോ ഹൂവിന് ശേഷം എപ്പോഴും എന്ത് വരുമെന്ന് നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. ഹൂ എന്നതിന് ശേഷം എപ്പോഴും വെർബായിരിക്കും എന്ന് നിങ്ങൾ നോട്ട് ചെയ്യാം. ഹൂവിന് ശേഷം ആരായിരിക്കും ഇവിടെ? വെർബായിരിക്കും. അപ്പൊ ഇപ്പോ ഓക്സിലറി വെർബ് കണ്ടിട്ട് അത് വെർബല്ല എന്ന് വിചാരിച്ച് വിടരുത് കേട്ടോ. ചിലപ്പോ ഹൂ ഈസ് എന്നായിരിക്കുള്ളൂ വരുന്നത്. ഓക്കെ, മനസ്സിലായോ? ഇനി ഹൂസിന് ശേഷം ആരായിരിക്കും വരുന്നത്? ഹൂസിന് ശേഷം ആര് വരും? ആരാണ് വരുന്നത്? നൗൺ ആയിരിക്കും വരുന്നത്. ഇനി ഹൂമിന് ശേഷം ആര് വരും? ചിലപ്പോ ഒരു പ്രോനൗൺ ആയിരിക്കും വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ചിലപ്പോ ഒരു നൗൺ വരാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അത് ശ്രദ്ധിച്ച് നമ്മളത് പ്രോനൗൺ ആണെങ്കിൽ ശരിക്കും എന്ത് ചെയ്യണം? ഹൂം എന്നത്. അപ്പൊ ഇതനുസരിച്ചായിരിക്കും നമ്മൾ റിലേറ്റീവ് പ്രോനൗൺ ഉപയോഗിക്കേണ്ടത്. ഇനി എക്സെപ്ഷൻ കേസ് വിച്ച് ആൻഡ് ദാറ്റ് ഉപയോഗിക്കുന്ന ചില കേസസ് ഉണ്ട്. ആ വിച്ച് ആൻഡ് ദാറ്റ് എപ്പോഴും എക്സാമിന് ഏറ്റവും കൂടുതൽ ചോദിക്കുക ആരാണ്? ഇവര് രണ്ടുപേരെ മാത്രമാണ് ആര് ചോദിക്കാറുള്ളൂ? എക്സാംകാര് നോട്ട് ചെയ്തിരിക്കുന്ന നോട്ടപ്പുള്ളികളാണ് എന്താണ് നോട്ടോറിയസ് ആയിട്ടുള്ളത് അല്ലെ. അതായത് എന്താണ് നോട്ടപ്പുള്ളികളായിട്ട് ഇട്ടിരിക്കുന്ന ആളുകളാണ് ആരൊക്കെ? വിച്ചും ദാറ്റും. ഓക്കെ ആണോ? അർജുനെ ഇവിടുന്ന് പോയോ? അർജുൻ വേണ്ട. അർജുന് ഓക്കെ. ദിൽന മോളെ ദിൽന, ഞാനിവിടെ ഒരു ഇത് തരാം. മോള് അതിന് ആൻസർ ഒന്ന് പറയണം കേട്ടോ. ഞാൻ അവിടെ ഹൂവാണോ ഹൂസാണോ ഹൂമാണോ ഉപയോഗിക്കേണ്ടതെന്ന് പറയണം കേട്ടോ. പറയാം. ഇവിടെ ഞാൻ എന്ത് ഉപയോഗിക്കണം? ജില്ല Who? A friend of mine who is lawyer helped me. എന്തുകൊണ്ടാണ് ഹൂ ഉപയോഗിച്ചത്? നമ്മ ഈസ് വെർബ് വന്നതുകൊണ്ട്. ഓക്കെ ആയല്ലോ അപ്പൊ? യെസ് മാം. ഓക്കെ. ഇനി അടുത്തത് ഇതൊന്ന് പറയൂ. ഇതാര് പറയണം? ഐഷാത്ത്. അതാരാ? എന്നാ പേര് പറഞ്ഞേ. ഐഷ ഐഷ ഐഷാനാജ. ഐഷക്കുട്ടി ഇതിന്റെ ഉത്തരം ഒന്ന് പറയാം. ഐഷക്കുട്ടി വേഗോട്ടെ. Everybody knows whose favor he enjoys. വെരി ഗുഡ് കേട്ടോ. നല്ല വെച്ചോ ഹൂസ് അല്ലെ. എന്താ കാര്യം ഐഷക്കുട്ടി? ഐഷക്കുട്ടിക്ക് അങ്ങനെ തോന്നിയ കാര്യം എന്താ? വെറുതെ തോന്നിയാണോ? എന്തോ ഒന്ന് തോന്നിയ അപ്പൊ ഞാൻ അങ്ങോട്ട് പറഞ്ഞു ടീച്ചർ എന്താണ്? അങ്ങനെയാണോ? ഓൾമോസ്റ്റ് അങ്ങനെയാണ്. ഓൾമോസ്റ്റ് അങ്ങനെയാണ് അല്ലേ? എന്ത് വന്നിട്ട് എന്റെ മനസ്സിലൊരു സ്പാർക്ക് ഉണ്ടായി ഇത് പറഞ്ഞേക്കാന്ന് അല്ലേ? അങ്ങനെ പറഞ്ഞതാണോ? ഓൾമോസ്റ്റ് അങ്ങനെ പറഞ്ഞു. അങ്ങനെ പറയരുത് കേട്ടോ. ചിലപ്പോ എക്സാംസ് അല്ലെ PSC എക്സാമിനൊക്കെ ചെന്നിരിക്കുമ്പോ ചിലപ്പോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ PSCക്ക് ഇഷ്ടാവില്ല. കേട്ടില്ലേ? അവിടെ എന്ത് വന്നു? ഇപ്പുറത്ത് ആരാണ്? ഫേവർ എന്ന നൗൺ വന്നത് കൊണ്ടാണ് കേട്ടോ നമ്മൾ കൂസ് ചേർത്തത്. കേട്ടോ വച്ചേ ഐഷ? യെസ് മാം. This is the matter dash I am proud. ഇവിടെ ഞാൻ എന്ത് ചേർക്കണം? ഞാൻ ഇവിടെ ചിലപ്പോ
പ്രോനൗണും നൗണും വരുമ്പോ നമുക്ക് രണ്ടെണ്ണം ചേർക്കാനുണ്ടല്ലോ അല്ലെ? ഹൂസിന് ശേഷം ഹൂമിന് ചേർക്കും നമ്മൾ നൗൺ പ്രോനൗൺ അല്ലെങ്കിൽ നൗണായിട്ട് വരുമ്പോ ചേർക്കാറുണ്ട് അല്ലെ? അതിന് ഓപ്ഷൻ തന്നിട്ടുണ്ടാവും കേട്ടോ, ഏത് ചേർക്കണമെന്ന് ഓപ്ഷൻ ഉണ്ടാവും. ദിസ് ഈസ് ദ മാറ്റർ ഡാഷ് ഐ ആം പ്രൗഡ് എന്ന് പറയുന്നത് ഇവിടെ ആരാണ് ഇവിടെ വന്നിരിക്കുന്നത്? ഫാത്തിമ, ബദൂൽ. ഹുമ്മാണോ? എന്താണ്? Whom? This is the matter whom I am proud. This is the matter Whom I am proud. whom I am proud എന്ന് എഴുതാം. ഓക്കെ, വെരി ഗുഡ്. ഇപ്പൊ കാര്യം മനസ്സിലായില്ല എല്ലാവർക്കും? എല്ലാവർക്കും കാര്യം മനസ്സിലായോ? Yes, ma'am. മനസ്സിലായിട്ടില്ലേ? അപ്പൊ നമ്മൾ അടുത്ത ക്ലാസ്സിൽ കാണാം അല്ലേ? Okay, ma'am. Thank you, അടുത്ത ma'am. ക്ലാസ്സിൽ Thank you, ma'am. Thank you, ma'am. മാം നോട്ട് നോട്ട് PDF ഇടുവോ? പിന്നെ എന്തായാലും നോട്ട് PDF ഇടില്ലേ? Thank you, ma'am. താങ്ക് യു മാം. നീ പോയി ഉറങ്ങാനാണോ? Thank you, ma'am. Thank you, ma'am. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. Okay, thank you. Thank you, ma'am. Okay, ma'am. Okay, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. ഓക്കെ.